ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് വിഭവമായിട്ടുള്ള സിന്നമൺ റോളാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. പലരും വീട്ടിൽ തയ്യാറാക്കുന്നുണ്ടായിരിക്കും. തയ്യാറാക്കാത്തവർ ഇനി ഈ റെസിപ്പി കണ്ടിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 3/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് എടുക്കേണ്ടത്. അതെടുക്കുക. അതിലേക്ക് അതുപോലെ മുട്ടയും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഒരു മുട്ടയും ചേർക്കുക. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയോ എങ്ങനെയായാലും ഈ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബട്ടർ ചേർക്കുക. എല്ലാം അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. നമ്മൾ ബട്ടർ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ബട്ടറും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് അങ്ങനെ അലിഞ്ഞു പോവില്ല, എന്നാലും നമ്മൾ മാക്സിമം മിക്സ് ചെയ്യുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 കപ്പ് മൈദയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും ചേർക്കാം. കാരണം നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് കുഴച്ച് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി ചേർത്താലും ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കുറേശ്ശെ ചേർത്ത് ഇളക്കിയെടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മളിതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാൻ നമുക്ക് കംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പലകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്കിത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ സ്റ്റിക്കായ പോലെയൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ല. നമ്മളത് കുഴച്ച് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞെങ്കിൽ അതിൽ എല്ലാം അത് നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ ആ സ്റ്റിക്കാവുന്നതൊക്കെ മാറിയിട്ട് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് നമുക്കൊരു 3-4 മിനിറ്റ് നമ്മൾ കുഴയ്ക്കണം. അപ്പോഴാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുക. അതിനുശേഷം നമ്മളത് 5 മിനിറ്റ് മൂടി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മളത് പുറത്തെടുത്തിട്ട് ഒന്നുകൂടെ കുഴയ്ക്കുക. ഒരു 30 സെക്കൻഡൊക്കെ കുഴച്ചാൽ മതിയാകും. അതിനുശേഷം വീണ്ടും നമ്മളിതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവും എല്ലാതും കൂടിയിട്ട് ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാം നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്കിത് പരത്താം. അപ്പോഴാണ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എല്ലാതും ഒരേ സമയത്ത് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്കുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ ഷുഗർ പൊടിച്ചതും പിന്നെ കറുവപ്പട്ട അതായത് സിന്നമൺ പൊടിച്ചതും. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ബട്ടറും ചേർക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിന്നമൺ റോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം 1/4 കപ്പ് ബട്ടർ നമ്മൾ ഈ റോൾ ചെയ്തതിൻ്റെ മീതെ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും പിന്നെ 2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ച അല്ലെങ്കിൽ സിന്നമൺ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തത് അതിൻ്റെ മീതെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ശരിയായ റെസിപ്പി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ബട്ടർ ചേർക്കുക. അതിൻ്റെ മീതെ നമ്മൾ ഈ ബ്രൗൺ ഷുഗറും സിന്നമൺ പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായി റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഒരുപോലെ ആകാൻ ശ്രമിച്ചു നോക്കുക. ഒറ്റ ഭാഗം കുറച്ചിങ്ങനെ ഇതുണ്ടായിരിക്കും, അത് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതും ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കഴിക്കാമല്ലോ, നമുക്കിത് ആർക്കും വേറെ കൊടുക്കാനൊന്നുമല്ലല്ലോ. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരേ വീതിയിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ട്രേ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റോളുകളെല്ലാതും അതിലേക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ 1 മണിക്കൂർ നേരം ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ
18 മുതൽ 20 മിനിറ്റ് വരെയാണ് നമുക്കിത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഓവൻ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം, 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ്.